വെൽക്കം ടു കുശലമ്മ കിച്ചൻ. ഞാൻ ചെയ്യുന്നത് ഒരു പുട്ടാണ്. ഒരു പാത്രത്തിൽ ഇത്രയും മാവ് എടുത്തിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ്, വെള്ളം ചെറുതായിട്ട് ചൂടാക്കിയതാണ്. ഇത് പച്ചവെള്ളത്തിൽ നമ്മൾ നനച്ച് പുഴുങ്ങുന്നതിൽ നല്ല രുചിയാണ്, നല്ല മയവും എല്ലാം വരും. നല്ല ചൂട് വേണ്ട. ഇത് കുറച്ച് തേങ്ങ ഇടുക. ഇത് സ്പൂൺ വെച്ച് തന്നെ ഇളക്കിയാൽ പുട്ട് നല്ല വരത്തില്ല, കാരണം കട്ട കട്ട പോലെ ആകും. നമ്മൾ കൈ വെച്ച് ഇച്ചിരിച്ച വെള്ളം ഒഴിച്ച് ഇങ്ങനെ നല്ല ഇളക്കണം, അല്ലെങ്കിൽ കട്ട കട്ട പോലെ വരും. സ്പൂൺ വെച്ച് ഇളക്കിക്കൊണ്ടിരുന്നു ഇച്ചിരിച്ച വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. വെള്ളം വെച്ച് ഒരു 2 ഗ്ലാസ്, വലിയ ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം വെച്ച് അത് തിളയ്ക്കുന്നു. നല്ല തിളയ്ക്കുമ്പോൾ നമ്മൾ തേങ്ങ പുട്ട് കുറ്റിയിലോട്ട് ഇടുക. ചില്ല് ഇടുന്ന മതി. ചില്ലിലിട്ട് തേങ്ങ ഇങ്ങനെ ഇടുക. ഈ മാവിൻ്റെ അടയാളം എന്ന് പറയുന്നത് ഇങ്ങനെ പിടിച്ച് നോക്കണം. ഇങ്ങനെ വരുമ്പോൾ പുട്ട് ഇത് പുഴുങ്ങാനുള്ള കറക്റ്റ് അളവാകും. ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരുപാട് തേങ്ങ പ്രായം ചെന്ന ആളുകൾക്കൊക്കെ ദഹിക്കത്തില്ല. ഇത് തേങ്ങ എത്ര ഇട്ടാൽ അത്രയും രുചിയാണ് പുട്ടിന്. ഇതിൻ്റെ അടിയിൽ ഒരു തുണി ഇങ്ങനെ നമ്മൾ കെട്ടണം, അല്ലെങ്കിൽ ആവി അടിയിൽ കൂടെ പോയാൽ പുട്ട് വേഗത്തില്ല. ഇത് വെച്ച് മൂടുക. ഇനി ഈ മേളിൽ ആവി വരുമ്പോൾ നമ്മൾ എടുത്താൽ മതി. അതുവരെ വേകട്ടെ. തീ ഫുള്ളേ വെക്കുക. പുട്ട് ആവി വരാൻ തുടങ്ങി 5 മിനിറ്റായി ആവി വന്നിട്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഈ പുട്ട് എടുക്കാം. ആവി വന്നാൽ 5 മിനിറ്റ് വെക്കണം, എന്നാലേ നല്ല വേഗത്തോളൂ. ഈ മൂടി എടുത്തിട്ട് പുട്ട് റെഡി. ഈ ചില്ലിഞ്ഞെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.